ഇന്ത്യ കരകയറോ? അടുത്തൊന്നും കരകയറാനുള്ള യാതൊരു ലക്ഷണമില്ല. ഏത് പാർട്ടി ജയിച്ചാലും നമുക്കെതിരായിരിക്കും. ഞാൻ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായി ചെയ്തില്ല. പിണറായിക്കെതിരായ ജനവിധിയാണോ നരേന്ദ്രമോദിക്കെതിരായ ജനവിധിയാണോ ഇത്? ഇത് നമുക്കെതിരായിട്ടുള്ള ജനവിധി. ഏത് പാർട്ടി ജയിച്ചാലും നമുക്കെതിരായിരിക്കും.
ഞാൻ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായി ചെയ്തില്ല. ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ പഴുതുകളാണ്. അതാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. ജനാധിപത്യത്തിൻ്റെ ഒരു മോഡൽ ആദ്യം ഉണ്ടായത് ഗ്രീസിലാണെന്ന് പറയുന്നു. അന്ന് സോക്രട്ടീസ്, നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള ആളെന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത്, കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു, ഭരിക്കാൻ കഴിവുള്ളവരെ. പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ്. അതുതന്നെ പ്രശ്നം. ഇന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ച് അവനെ തേടി പിടിച്ച് ചവിട്ടി കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ചിട്ട് സോക്രട്ടീസ് മരിച്ചാണ്. നമ്മൾ നാട്ടിൽ വില കൂടിയ വിഷം കഴിക്കുന്നത് ആർഭറാണ്. വില കുറഞ്ഞ വിഷം കഴിച്ചിട്ട് മരിക്കുന്നതാണ് നല്ലത്. ഈ പ്രാവശ്യമെങ്കിലും ഇന്ത്യ കരകയറും. അടുത്തൊന്നും കരകയറാനുള്ള യാതൊരു ലക്ഷണമില്ല. അതായത് ഇപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ ജനാധിപത്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ദുബായിൽ നിന്ന് ലീവിൽ വന്ന ഒരാൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ചോദിച്ചു, അല്ല എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നു? ഞാൻ പറഞ്ഞു, ദുബായിൽ നിന്ന് വരുന്ന ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കരുത്. ദുബായിലുള്ള ഭരണാധികാരിയുണ്ടല്ലോ ഷെയ്ഖ് മുഹമ്മദ്, അദ്ദേഹം ജനാധിപത്യ വിശ്വാസിയാണ്. അത് ഏതെങ്കിലും പാർട്ടിയുടെ ആളാണോ ഒന്നുമല്ലല്ലോ. നാടിനോട് ജനങ്ങളോട് അല്പം സ്നേഹം വേണം. ഈ താങ്കളുടെ സഹപ്രവർത്തകരായിട്ടുള്ള സുരേഷ് ഗോപി മത്സരിക്കുന്ന അറിഞ്ഞാണല്ലോ. അതെ, എന്താണ് പറഞ്ഞൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല? അങ്ങനെ സുരേഷ് ഗോപി പറ്റിയിട്ടെ സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ അതല്ലാതെ പറയുന്ന പറയുക, അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് താല്പര്യമുണ്ട്.